السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് ലുഖ്മാനിലെ 29-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മ വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. ഇമാം ഷഅറാവിയുടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അത് കുറച്ച് ആഴത്തിൽ അദ്ദേഹം സ്പർശിച്ചു പോയതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം എഴുതി വായിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചകളിൽ. ഈ ആയത്തിന്റെ അവസാന ഭാഗം കുല്ലു യജ്രി ഇല അജലി മുസമ്മ വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ, എല്ലാം തന്നെ അത് നിശ്ചിത അവധി വരെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വഅന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഇവിടെ വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലായിട്ട് സൂര്യ ചന്ദ്ര ഗ്രഹങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ സൂര്യനെ കുറിച്ച്, മറ്റു ചന്ദ്രനെ കുറിച്ച്, മറ്റ് ഗ്രഹങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു പോകുമ്പോൾ അവിടെ എല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എല്ലാം തന്നെ അത് അതിൻ്റെ ഒരു നിർണിത അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവധിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഇല അജലി മുസമ്മ, ലി അജലി മുസമ്മ എന്ന രണ്ട് പ്രയോഗങ്ങളിലൂടെയാണ് ഈ ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച്, അതിൻ്റെ ചലന സമയത്തെ അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു പോകുന്നത്. ഒരിടത്ത് ഇല അജലി മുസമ്മ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത അവധിയിലേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കണോ എന്നാണ്. ലി അജലി മുസമ്മ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അവധിക്ക് വേണ്ടി അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കണോ എന്നാണ്. അപ്പോ ഒന്നാമത്തതിൽ സൂര്യനും ചന്ദ്രനും ഒരു നിശ്ചിത അവധിയിൽ, അതിൽ അന്ത്യനാൾ എത്തുന്നതിന് മുമ്പുള്ള അവയുടെ സഞ്ചാരപഥത്തിന്റെ ചിത്രത്തെ അള്ളാഹു വിവരിക്കുകയാണ് ഇല അജലി മുസമ്മ എന്ന പ്രയോഗത്തിലൂടെ ചെയ്യുന്നത്. മറ്റേത് ഒരു നിശ്ചിത അവധിയിലേക്കുള്ള നേരിട്ടുള്ളതും കൃത്യവുമായ ഈ ഗ്രഹങ്ങളുടെ ഘടനയെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ രണ്ട് പ്രയോഗത്തിലുള്ള വ്യത്യസ്ത പ്രയോഗങ്ങളുടെ താല്പര്യങ്ങളെ ഇമാം ഷഅറാവിയെ പോലെയുള്ള, ഖുർത്തുബിയെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് ഇല അജലി മുസമ്മ, ലി അജലി മുസമ്മ എന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇമാം ഷഅറാവി ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഇല അജലി മുസമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് അത് അന്ത്യനാൾ വരേക്കും അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് മേലോട്ടോ താഴോട്ടോ പോകാതെ പടച്ചവന് അതിന് നിർണയിച്ച അതിൻ്റെ നിർണിത രേഖയിലൂടെ അത് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോ മേലോട്ട് പോവാതെ താഴോട്ട് പോവാതെ അതിൻ്റെ ആ ചലനം വളരെ കണിശമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. അവന് ഒരു നിർണിത അവധി ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാരി സുമ്മ യബ്അസുകും ഫീഹി ലിയുഖ്ളാ അജലുൻ മുസമ്മ. ഒരു നിർണിത അവധി
തീരുന്നത് വരെ അള്ളാഹു നിങ്ങളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവാണ് രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നവൻ. വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാരി. പകലിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നന്നായി അറിയുന്നവനും അവനാണ്. സുമ്മ യബ്അസുകും ഫീഹി ലിയുഖ്ളാ അജലുൻ മുസമ്മ. പിന്നീട് അള്ളാഹു വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കുന്നു നിങ്ങളുടെ നിർണിത അവധി എത്തുന്നത് വരെ. അത് പൂർത്തീകരിപ്പിക്കുവാൻ അള്ളാഹു നിർണയിച്ച നിങ്ങളുടെ സമയത്തെ അള്ളാഹു പൂർണ്ണമായി അതിനെ നിങ്ങളിൽ ബന്ധിപ്പിക്കുവാൻ നിങ്ങളെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യനും ഒരു അവധിയുണ്ട്. അപ്പൊ എല്ലാം അതിന്റെ നിർണിത അവധി വരെ അത് ചലിച്ചുകൊണ്ടിരിക്കണോ? ഇപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും സമയമെന്നുള്ളത്, അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ചലനം എന്നുള്ളത്, ഇതിവിടെ പ്രത്യേകിച്ച് സൂര്യനെയും ചന്ദ്രനെയുമാണ് എടുത്തു പറയുന്നത്. അതിന്റെ സമയം എന്നുള്ളത് അത് അന്ത്യനാൾ വരെയുള്ള ഒരു സമയമാണ്. അതിന്റെ മുമ്പ് ഏതെങ്കിലും ഒന്ന് അതിൽ നിന്ന് എന്താവൂല, അടർന്നു പോകുകയോ നിശ്ചലമായി പോകുകയോ ചെയ്യില്ല. അത് അതിന്റെ ഭ്രമണപഥങ്ങളിൽ അള്ളാഹു നിർണയിച്ച അതിന്റെ സഞ്ചാര പദങ്ങളിൽ അത് വളരെ കണിശമായി അത് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോ ഇമാം ഷറാവി അത് തമാശ രൂപേണ പറയുന്നുണ്ട്, അതിന്റെ മുമ്പ് ഇതെന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ ഭയപ്പെടണം കേട്ടോ. നിങ്ങൾ അതിന്റെ ഇടയിൽ മൺമറഞ്ഞു പോയാലും അത് ചലിച്ചുകൊണ്ടേയിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, മനുഷ്യന് ആയുസ് വളരെ കുറവാണ്. എന്നാൽ അവന്റെ ചുറ്റും അള്ളാഹു സംവിധാനിച്ച ഈ ബൃഹത്തായ ഇത്തരം സംവിധാനങ്ങള് കാലങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്, ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യന് വളരെ ചെറിയൊരു സമയം ഭൂമിയിൽ വന്ന് ഇതെല്ലാം കാണുകയും അവന് പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് വിടചൊല്ലി പോകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പിറകിലുള്ള ഒരു അത്ഭുതം? എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന് ഇനി ഈ പറഞ്ഞ സൃഷ്ടികളെക്കാളും സ്ഥായിയായ ജീവിത സമയം നൽകുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ അവൻ കാണുന്ന കാലങ്ങളായി, തലമുറകളായി, നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി മനുഷ്യൻ കാണുന്ന ഈ അള്ളാഹുവിന്റെ ബൃഹത്തായ സംവിധാനങ്ങളിലൂടെ പടച്ചോനെ നന്നായി മനസ്സിലാക്കി ഇതിന്റെ സംവിധായകനെ നന്നായി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർക്കും അല്ലാത്തവർക്കും ഇനി മറ്റൊരു ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടി എന്ന നിലക്ക് സൃഷ്ടികളിലെ ശ്രേഷ്ഠ സ്ഥാനം വഹിക്കുന്ന മനുഷ്യന് അള്ളാഹു ഇതിനേക്കാളും ദീർഘമായൊരു സമയം നൽകുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഖുർആനിൽ വായിക്കുമ്പോൾ അവർക്ക് അവിടെ മരണമോ ജീവിതമോ, മരണമുണ്ടാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതൊരു സ്ഥായിയായ ജീവിതമായിരിക്കും. അറ്റമില്ലാത്ത അനന്തമായ ഒരു ജീവിതത്തിലേക്കുള്ള മടക്കമാണ് മരണം എന്നുള്ളത്. അവിടുന്ന് മനുഷ്യന്റെ ജീവിതം തുടങ്ങുകയാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ ആയുസ് നൽകുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിർണയിക്കപ്പെട്ട ഒരു സമയം ഭൂമിയിൽ, ആ സമയത്തിനുള്ളിൽ ഇതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് അവിടെ ആ ദീർഘമായ മരണമില്ലാത്ത ലോകത്തേക്ക് വീണ്ടും നിങ്ങളെ മടക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് സ്വസ്ഥതയും സൗഭാഗ്യവും സ്വർഗവും ലഭിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ട് ആ ആയുസ്സിനെ നിങ്ങൾ സമ്പുഷ്ടമാക്കൂ എന്ന് അദ്ദേഹം ഇതിന്റെ അവസാനം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ രണ്ട് പ്രയോഗങ്ങളില് അള്ളാഹു ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും വ്യത്യസ്ത ഘട്ടത്തെയും അതുപോലെ തന്നെ അതിന്റെ സഞ്ചാര പദത്തെയുമാണ് അള്ളാഹു വിവരിക്കുന്നത്. ഈ ചെറിയൊരു ഇല എന്നുള്ള ഒരു അക്ഷരം കൊണ്ടും ലി എന്നുള്ള ഒരു അക്ഷരം കൊണ്ടും ഇതിനെ അള്ളാഹു അവതരിപ്പിക്കുമ്പോൾ ഈ രണ്ട് അതിന്റെ സ്വഭാവങ്ങളെ, അതിന്റെ അവസ്ഥാവിശേഷങ്ങളെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്.
അപ്പോ ഇനി നമ്മൾ ഹുവല്ലദീ ജഅല ശംസ ദിയാഅൻ വൽ ഖമറ നൂറ, ഇവിടെ സൂര്യനെ തിളങ്ങുന്ന ഒന്നാക്കുകയും ചന്ദ്രനെ വെളിച്ചമുള്ളതാക്കുകയും ചെയ്തു. സൂര്യനെയും ചന്ദ്രനെയും കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. ഇപ്പോ ഖുർആന് ഈ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ചും ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹത്തെക്കുറിച്ചും അള്ളാഹു വിശദീകരിച്ചു പോകുന്നുണ്ട്. ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോ സൂര്യൻ എന്നുള്ളത് അത് ദിവസത്തെ നിർണയിക്കുന്ന, ചന്ദ്രൻ എന്നുള്ളത് മാസത്തെ നിർണയിക്കുന്ന ഒരു അടയാളമാക്കി, അത്ഭുതമാക്കി മനുഷ്യന് അള്ളാഹു സമ്മാനിച്ചിരിക്കുകയാണ്. അതിനെ അള്ളാഹു പിന്നീട് പലയിടങ്ങളിലായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴേ അതിന്റെ രണ്ടിന്റെയും സ്വഭാവങ്ങളെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഹുവല്ലദീ ജഅല ശംസ ദിയാഅൻ, തിളങ്ങുന്ന ഒന്നാക്കി അള്ളാഹു മാറ്റി. അതോടൊപ്പം തന്നെ വൽ ഖമറ നൂറൻ, ഖമറിനെ നൂറാക്കി. നൂറ് എന്ന് പറഞ്ഞാല് പ്രകാശമുള്ളതാക്കി. തബാറക്കല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ. അനുഗ്രഹപൂർണനാകുന്നു അള്ളാഹു. തബാറക്കല്ലദീ, അനുഗ്രഹപൂർണനായ അള്ളാഹു. ജഅല ഫിസ് സമാഇ ബുറൂജൻ, അള്ളാഹു വാനലോകത്ത് നക്ഷത്ര മണ്ഡലങ്ങളെ സംവിധാനിച്ചവനാണ് അള്ളാഹു. വജഅല ഫീഹാ സിറാജൻ, അവിടെ ഒരു വിളക്കിനെ, അഥവാ അള്ളാഹു ചന്ദ്രനെ, ജഅല ഫീഹാ സിറാജൻ, ജ്വലിക്കുന്ന വിളക്കിനെ അള്ളാഹു സംവിധാനിച്ചു. വഖമറൻ മുനീറൻ, പ്രകാശിക്കുന്ന ഖമറിനെയും ചന്ദ്രനെയും അള്ളാഹു അവിടെ സംവിധാനിച്ചു. ഈ പ്രകാശിക്കുന്ന ചന്ദ്രൻ എന്നെല്ലാം പറഞ്ഞാല് നമ്മളെല്ലാം നാട്ടില് ഈ കവികള് സ്ത്രീകളെ ഉപമിക്കാൻ ചന്ദ്രന്റെ മുഖത്തെക്കുറിച്ചും അതിന്റെ ആ നിലാവിന്റെ സൗന്ദര്യത്തെ എല്ലാം തന്നെ ഒരു സ്ത്രീയോട് വർണ്ണിക്കുന്ന കവിതകൾ നമ്മൾ ധാരാളം കാണാൻ കഴിയും. പക്ഷേ ആദ്യകാല അറബി കവിതകളില് നമ്മുടെ നാട്ടില് സ്ത്രീകളെ ചന്ദ്രമുഖത്തെ വെച്ചുകൊണ്ട് വർണ്ണിക്കുന്ന കവിതകൾ ധാരാളം ഉണ്ടെങ്കിലും ഒരു പഴയകാല അറബി സാഹിത്യത്തില് ഒരു സ്ത്രീ തന്നെ ഉപമിച്ചവനോട് എന്തിനാണ് നീ എന്നെ ചന്ദ്രനോട് ഉപമിക്കുന്നത്, അത് ഒരു വിരൂപയായ ഒന്നാണല്ലോ ഇത് തിരിച്ചു പറയുന്ന ഒരു കവിതാശകലുണ്ട്. എങ്ങനെയാണ് ആ സ്ത്രീക്ക് ചന്ദ്രന് അത് തിളങ്ങുന്ന അത് സ്വയം തിളങ്ങുന്ന ഒന്നല്ല എന്നും അത് ഇരുണ്ട ഒരു പർവ്വതങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലമാണെന്നും ആ സ്ത്രീക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നുള്ളതിലും രസകരമായ ചോദ്യം ഇമാം ഷാറാവ് ചോദിക്കുന്നുണ്ട്. നിങ്ങള് ഈ ചന്ദ്രനെ വെച്ചുകൊണ്ട് സ്ത്രീകളെ വർണ്ണിക്കുന്ന പുതിയ ലോകത്തും അറബ് ലോകത്തുള്ളൊരു സ്ത്രീ അവളെ വർണ്ണിച്ചപ്പോഴ് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ശബ്ബഹ്തുഹാ ബിൽ ബദ്രി ഫസ്തളഹഖത്, ഞാൻ അവളെ ചന്ദ്രനോട് ഉപമിച്ചു. ഫസ്തളഹഖത്, അപ്പോൾ വല്ലാതെ കളിയാക്കി ചിരിച്ചു. ഖാബലത്ത് ഖൗലി ബിൻ നുക്രി, എന്റെ വാക്കുകളെ അവള് നിരാകരിച്ചു. അതിനോട് അവള് ഒരു നിഷേധാത്മക സമീപനാണ് ഊള് പുലർത്തിയത്. വസഫഹത്ത് ഖൗലി, എന്റെ ഉപമയെ അറിവില്ലാത്തവന്റെ ഒരു വിഡ്ഢിയുടെ ഉപമയായി അവൾ കണ്ടു. വഖാലത്ത് മതാ സമജ്തു ഹത്താ സിർതു കൽ ബദ്രി, അവൾ പറഞ്ഞു ഞാൻ എന്നാണ് ഇങ്ങനെ വിരൂപിയായത്, ഭംഗിയില്ലാത്ത വിരൂപയായൊരു സ്ത്രീയായി ഞാൻ എപ്പോഴാണ് മാറിയത്. ഹത്താ സിർതു കൽ ബദ്രി, എന്നിട്ട് ചന്ദ്രനെ പോലെ ഞാൻ അങ്ങനെ ഒരു വിരൂപിയാണോ ഞാൻ? ഇന്ന് എന്തിനാണ് ചന്ദ്രനോട് നിങ്ങൾ ഉപമിക്കുന്നത്? അപ്പൊ ഈ പെണ്ണ് എങ്ങനെയാണ് ഇത് നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒന്നുപോലല്ല ആ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം എന്ന് എങ്ങനെയാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത്? അത് ഇരുണ്ട ഒരു ഗ്രഹമാണ്, ഒരു ഉപഗ്രഹമാണ്, വെളിച്ചമില്ലാത്ത ഒരു. പക്ഷെ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം അതിൽ തട്ടി
അവിടുന്ന് റിഫ്ലക്ട് ചെയ്യാണ് അത് ചെയ്യുന്നത് ഭൂമിയിലേക്ക്. അതിൽ കുറെ സംഭവം പറഞ്ഞു പോകുന്നു കേട്ടോ. ഈ സമയത്തിന്റെ ആപേക്ഷികതയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം എത്ര സെക്കൻഡ് കൊണ്ടാണ് അത് ഭൂമിയിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം പറയുന്നിടത്ത് മനുഷ്യ ജീവിതത്തിന്റെ അള്ളാഹു അവന് നിർണയിച്ച സമയവും എങ്ങനെയാണ് സമയങ്ങൾ അള്ളാഹു പാകപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ച ഇമാം ഷാറാബി കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞതുപോലെയും ഒരു വീനസ് എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതില് ഭൂമിയിലെ ഒരു വർഷമാണ് അതിന്റെ അച്ചുകണ്ടിൽ അത് പിന്നെ കറങ്ങാൻ ഉപയോഗിക്കുന്ന അതിന്റെ ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു വർഷം ഭൂമിയിൽ ഒരു വർഷമാണ്. മനുഷ്യന് ആയുസ് കൂടുതൽ കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി, അപ്പൊ ഒരു ആയുസ് കൂടുതൽ കിട്ടും. മനുഷ്യന് വലിയ വർത്തമാനം പറയുന്നവനാണ്. അവനാണ് ഇതെല്ലാം സംവിധാനിച്ചത്, അവന്റെ അപ്പുറം ഇനി ഒന്നുമില്ല എന്ന് ധരിക്കുന്നവനാണ്. പക്ഷെ അവന് അള്ളാഹു ഈ ഭൂമിയിൽ നിർണയിച്ച ഒരു സമയമുണ്ട്. ആ സമയത്തെ അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നത് 24 മണിക്കൂർ എന്ന് പറയുന്ന ഒന്നിന്റെ ഉള്ളിലാണ്. എന്നാ എല്ലാവരും കൂടിയിട്ട് ഈ ഭൂമിനെ അങ്ങ് പതുക്കെ പിടിച്ചെക്കുക. എന്നിട്ട് അതിന്റെ 24 മണിക്കൂർ എന്നുള്ളത് ആ കറക്കത്തെ എന്താക്കുക, ഒരു 60 അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഇതിനെ കുറച്ചും കൂടി പതുക്കെ കറക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ചും കൂടി നമുക്ക് ആയുസ് കിട്ടുമോ നോക്കുക. അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് ഒരു ഇടപെടൽ ഈ ഭൂമിയിൽ നടത്താൻ പറ്റുമോ? ഇതിന്റെ ഒരു ചലനത്തെ ഏതെങ്കിലും തരത്തിൽ കൂട്ടാനോ കുറക്കാനോ മനുഷ്യന് പറ്റുമോ? പക്ഷേ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണിശമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് എല്ലാവർക്കും കൂടിയിട്ട് പിടിച്ചെക്കാനൊന്നും പറ്റൂല. അവന്റെ ആയുസ് കൂട്ടാനും പറ്റൂല. എന്നാ മനുഷ്യനാണെങ്കിൽ വല്ലാതെ ജീവിക്കാൻ ത്വരയുള്ളവനാണ് മനുഷ്യൻ. ഖുർആൻ തന്നെ പറയുന്നത് പോലെ, സൂറത്ത് ബഖറയിൽ പറയുന്നത് പോലെ അവന് ലൗ യുഅമ്മറു അൽഫ സനത്തിൻ, അല്ലേ, 1000 വർഷം ജീവിച്ചാൽ കൊള്ളാന്നാണ് ചില ആളുകളുടെ തേട്ടം. മരണാനന്തര ജീവിതത്തെ ബോധ്യമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ തന്നെ ധാരാളം സമയം കാലം ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ആഗ്രഹത്തിനെ സാധ്യമാക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ എന്തെങ്കിലും പരിപാടിയിൽ ഒപ്പിച്ചിട്ട് ഇതിന്റെ ആ കറക്കത്തിന്റെ സമയം കുറക്കുക, എന്നിട്ട് അത് ദീർഘിപ്പിക്കുക, അങ്ങനെ ഒരു സംഭവം മനുഷ്യന് നടത്താൻ പറ്റുമോ? അള്ളാഹു ഇതിനെല്ലാം കണിശമായി വെച്ചിരിക്കുകയാണ്. കുല്ലും ഫി ഫലകി യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഭ്രമണപഥങ്ങളിൽ അത് കണിശമായി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തെറ്റാതെ പിഴക്കാതെ ഒരാൾക്കും ഒരു ഇടപെടൽ നടത്താൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു ഇതിനെല്ലാം തന്നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം, നമ്മള് ഇപ്പോ ഈ ബൾബ് കണ്ടുപിടിച്ച ആളാരാണ്? 1879. നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇമാം ഷാറാബി പറയുന്നുണ്ട്, ഈ മനുഷ്യന് ബൾബ് കണ്ടുപിടിച്ചു. ആ ബൾബ് കണ്ടുപിടിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന് മാത്രം അമേരിക്കയിൽ പാറ്റന്റ് ഉണ്ട്. 1007 കണ്ടുപിടുത്തങ്ങളിൽ അദ്ദേഹത്തിന് മാത്രം ഇപ്പോഴും പാറ്റന്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പഠനങ്ങളും ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ആ മനുഷ്യൻ നടത്തി. അദ്ദേഹം ആ ബൾബ് കണ്ടുപിടിച്ച മനുഷ്യന്, വെളിച്ചം കണ്ടുപിടിച്ച മനുഷ്യനെ ഭൂമിയില് മനുഷ്യന് എന്തെല്ലാം സ്ഥാനങ്ങളും എന്തെല്ലാം സംഗതി നൽകിയിട്ടാണ് അവർ ആദരിക്കുന്നത് മനുഷ്യൻ ഈ ഭൂമിയിൽ. എന്നാ മനുഷ്യനെ എങ്ങനെയാണ് അവന്റെ സൃഷ്ടാവിനെ അവൻ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം സംവിധാനിക്കുന്നതിന് മുമ്പ് ഇവിടെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്, അതുപോലെ തന്നെ തിളങ്ങുന്ന മറ്റൊരു ഉപഗ്രഹമുണ്ട്. എല്ലാ ഗ്രഹങ്ങളും അത് കണിശമായി അള്ളാഹു നിർണയിച്ച അതിന്റെ ഭ്രമണപഥങ്ങളിൽ അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യന്റെ വിളക്കുകളും അള്ളാഹുവിന്റെ വിളക്കങ്ങ് തെളിഞ്ഞാൽ അണഞ്ഞു പോകുന്നുണ്ട്, അത് പ്രസക്തി ഇല്ലാതെയായി മാറുന്നുണ്ട്. മനുഷ്യൻ ഒരു സംവിധാനം പ്രപഞ്ചത്തിൽ അവൻ അള്ളാഹു നൽകിയ ചിന്ത വെച്ച് പടച്ചോന്റെ സംവിധാനങ്ങളിലേക്ക് നോക്കിയിട്ട് അവന് അതിന്റെ മറ്റൊരു രൂപത്തെ പ്രകടിപ്പിക്കുമ്പോൾ, മോഡലിനെ അവൻ അവതരിപ്പിക്കുമ്പോൾ, ഭൂമിയിലുള്ള ഒന്നിനെ തന്നെ അള്ളാഹു സംവിധാനിച്ചു വെച്ച ഒന്നിനെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അതിനെ പരിവർത്തിപ്പിച്ച്
അവന് ഉപകാരപ്രദമായ രൂപത്തിൽ സംവിധാനിക്കുമ്പോൾ അവനെ മനുഷ്യരെന്താക്കുന്നു? ഇവിടെ ആദരിക്കുന്നു. അവന്റെ കഴിവിനെ അവർ സമ്മതിക്കുന്നു. ആ കഴിവിന് അവർ ഉപഹാരങ്ങളും അതുപോലെ തന്നെ സമ്മാനങ്ങളും അവന് പകർന്നു നൽകുന്നു. അതുകൊണ്ട് അവനെ ആശ്ലേഷിക്കുന്നു. എന്നാൽ നിലക്കാത്ത അവൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, എത്രയോ ജനപദങ്ങൾ മറഞ്ഞു പോയിട്ടും ഇന്നും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെയെല്ലാം തന്നെ സംവിധാനിച്ച സർവശക്തനായ നാഥന്റെ മഹത്വത്തെ എങ്ങനെയാണ് മനുഷ്യൻ തിരിച്ചറിയുന്നത്? അതിലൂടെ എങ്ങനെയാണ് ഒരു മഹാസംവിധായകന്റെ ശക്തിയെ മനുഷ്യന് ബോധ്യപ്പെടുന്നത്? ബോധ്യപ്പെടുന്നവർ വളരെ വിരളമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടണം. ഇനി അവനിലേക്കെങ്കിലും നോക്കിയിട്ട് അവനെ ബോധ്യപ്പെടണം. ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥയാണ്. നമ്മളവസ്ഥ അങ്ങനെ തന്നെയാണ്. വല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറുൻ. നന്ദി കാണിക്കണമെങ്കിൽ എന്ത് വേണം? ചിന്ത വേണം. നാം എത്തി നിൽക്കുന്ന, അനുഭവിക്കുന്ന ഒന്നിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധവും ധാരണയും ഉണ്ടാവണം. ആ ബോധവും ധാരണയും ഉണ്ടാകുന്നത് നമ്മിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നായിരിക്കണം. നമുക്ക് ചുറ്റും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഗാഠമായ ചിന്ത ഉണ്ടാവണം. ഇത് രണ്ടുമില്ലാതെയാണ് നമ്മൾ ഈ പടച്ചോന്റെ ആയത്തുകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയും അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. അപ്പൊ ഏതായാലും ഈ ചന്ദ്രൻ അത് തിളങ്ങുന്ന ഒന്നായി നമ്മൾക്ക് ഇവിടെ നിന്ന് തോന്നുന്നുവെങ്കിലും അത് ഒരു ഇരുട്ടാർന്ന ഒരു ഉപഗ്രഹമാണത്. ഇരുളടഞ്ഞ ഒരു ഉപഗ്രഹമാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുവിന്റെ അളമത്തിനെ നമുക്ക് അതിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. പിന്നെ അവന് മാസങ്ങൾ നിർണയിക്കാൻ പറ്റുന്ന രൂപത്തിൽ സൂര്യന്റെ വെളിച്ചത്തെ അതിനെ ഘട്ടങ്ങളിലൂടെ നമ്മുടെ ഓരോ മാസത്തിലെ ഓരോ ദിവസങ്ങളെയും അത് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നു. ആ രൂപത്തിൽ അള്ളാഹു അതിനെ സംവിധാനിച്ചു വെച്ചിരിക്കണോ? അതിൽ എന്തൊരു അത്ഭുതമാണ്. നമ്മള് ദിനേനെ വളരെ അത്ഭുതത്തോടു കൂടി പ്രപഞ്ചത്തിലേക്ക് നോക്കേണ്ടവരാണ്. പക്ഷെ നമ്മള് ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ഒരു ചിന്തയുമില്ലാത്ത, ഒരു അത്ഭുതവും ഇല്ലാത്തവരായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ നമ്മളെ ഇതെല്ലാം മറപ്പിച്ചു കളഞ്ഞിരിക്കണോ? നമ്മുടെ വയറിന് വേണ്ടിയുള്ള ദിനേനയുള്ള നമ്മളുടെ നെട്ടോട്ടം നാം എന്ന് പറയുന്ന ഒരു അത്ഭുതത്തെയും നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റിലുമുള്ള പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങളെയും നമ്മുടെ വയറ് നമ്മളെ മറപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് പ്രവാചകന്മാർ വന്ന് ഇത്തരം വചനങ്ങളിലൂടെ ഈ അത്ഭുതങ്ങളിലേക്ക് എത്തി നോക്കുവാൻ, അതിലൂടെ പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥന്റെ അളമത്തിനെ, കുതിറത്തിനെ, അവന്റെ മഹാത്മ്യത്തെ എല്ലാം തന്നെ ബോധ്യപ്പെടാന് നമ്മൾക്ക് വഹിയിലൂടെ ഇങ്ങനെ കേൾപ്പിക്കുന്നത്. അപ്പൊ ഏതായാലും ചന്ദ്രൻ എന്ന് പറയുന്നത് അത് സ്വമേധയാ തിളങ്ങുന്ന ഒന്നല്ല. അത് സൂര്യന്റെ വെളിച്ചം സ്പർശിച്ച് അതിലൂടെ ആ വെളിച്ചം ഭൂമിയിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് അത് പ്രസരിപ്പിച്ച് അതിലൂടെ തിളങ്ങുന്ന ഒരു 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 ഉപഗ്രഹമാണത്. അപ്പോ അതിനോട് ഒരു സ്ത്രീയെ തൻ്റെ കാമുകൻ ഉപമിച്ചപ്പോൾ എന്നെ അങ്ങനെ ഒരു ഇരുണ്ട ഗ്രഹത്തോട് ഉപമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് അറബി കവിതകളെല്ലാം കാണാം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പൊ സഫഹത്ത് കൗലി, എന്റെ ആ ഉപമയെ വിഡിത്തമെന്ന് അവർ വിളിച്ചു. വകാലത്ത് മതാ സമുസ്തു കൽബദരി, ഞാൻ എപ്പോഴാണ് ഈ ചന്ദ്രനെ പോലെ വിരൂപിയും ഭംഗിയുമില്ലാത്തവളായിട്ട് മാറിയത് എന്നവൾ പറഞ്ഞു. അപ്പൊ അവൾക്ക് എങ്ങനെ ഇത് അറിഞ്ഞാ? ഇതിങ്ങനെ ഒരു ഇരുണ്ട സാധനമാണ്, അത് കുറെ കല്ലും പാറകളും പാറക്കൂട്ടങ്ങളിലുള്ള ഒരു ഇടമാണത് എന്ന് ഈ സ്ത്രീക്ക് എങ്ങനെ അറിഞ്ഞത്? അപ്പൊ ആ രൂപത്തിലല്ല ആ സംഭവത്തെ ആ സ്ത്രീ കണ്ടത് എന്ന് പിന്നീടുള്ള
ആ കവിതയുടെ വരിയിൽ നമുക്ക് കാണാൻ പറ്റുട്ടോ. അപ്പൊ അവള് പറയാണ്, അൽ ബദറു ലാ യർമു ബി ഐനിൻ കമാ അർനു. ഇന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാന് മനോഹരമായി കാണുന്നത് പോലെ ഈ ചന്ദ്രന് അങ്ങനെ കാണാൻ പറ്റൂല. അതാണ് ഇവരുടെ വാദം. എന്റെ കണ്ണിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യമുള്ള കണ്ണുകൊണ്ട് ഞാൻ നോക്കുന്നത് പോലെ ഈ ചന്ദ്രനെ നോക്കാൻ പറ്റൂല. വലാ യബുസുമു അൻ സഅരിൻ, മനോഹരമായ ചുണ്ടുകൾ കൊണ്ട് ചിരിക്കുന്നത് പോലെ അതിന് ചിരിക്കാൻ പറ്റൂല. വലാ യുമീഖുൽ മിർത അൻ നാഹിദിൻ, മാറിൽ നിന്നും നേർത്ത അതിന്റെ പട്ടുവസ്ത്രത്തെ ഞാൻ നീക്കുന്നത് പോലെ അതിന് നീക്കാൻ പറ്റൂലല്ലോ. വലാ യശുദ്ദുൽ ഇഖ്ദ ഫീ നഹരിൻ, അതുപോലെ തന്നെ മാറിൽ മുത്തുമാലകൾ ചാർത്താനും അതിന് പറ്റില്ല. ഒരു സ്ത്രീ തിരിച്ച് അവളുടെ മഹത്വത്തെ പറഞ്ഞുകൊണ്ട് ഇതൊന്നും കഴിയാത്ത ഒന്നാണ് ചന്ദ്രൻ എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ പുതിയ ലോകത്ത് ഈ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ കുറിച്ച് പിന്നീട് മനുഷ്യൻ പറയുന്നത് അത് സ്വമേധയാ സൗന്ദര്യമുള്ള ഒന്നല്ല എന്നും, സ്വമേധയാ തിളങ്ങുന്നില്ല എന്നും, അത് വളരെ മിനുസമുള്ള ഉരുണ്ട നാം ഈ കാണുന്നത് പോലുള്ള ഒന്നല്ല, അത് വിരൂപമായ ഒരു വസ്തുവാണെന്നും പിന്നീട് മനുഷ്യ പഠനങ്ങൾ പറയാണ്. അതിനെ ഇമാം ഷാറാബി കവിത കൊണ്ടുവന്നിട്ട് ഇത് നമ്മൾ ഈ ഉപമിക്കുന്നത് പോലുള്ളൊരു സാധനമല്ല അത് എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കാൻ വേണ്ടി ഈ കവിത അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ അവസാനം കൊണ്ടുവരുന്നുണ്ട്, ഈ ആയത്തിന്റെ തഫ്സീറിന്റെ അവസാനം കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം ഈ പെണ്ണ് പറയാണ്, വമൻ ഖാസബിൽ ബദരി സ്വഫാഇ, എന്റെ ഈ വളരെ തെളിഞ്ഞ എന്റെ ഈ സൗന്ദര്യത്തെ, തെളിമയാർന്ന എന്റെ ഈ ഭംഗിയെ ആരെങ്കിലും ചന്ദ്രനോട് ഉപമിക്കുകയാണെങ്കിൽ ഫലാസാല അസീറൻ ഫീ യദൈ ഹജ്രി, എന്റെ പിണക്കത്തിലും വിരഹത്തിലും അയാൾ എന്നും തടവുകാരനായിരിക്കും. അയാളോട് എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല. എന്നെ അങ്ങനെ ചന്ദ്രനോടൊന്നും ഉപമിക്കണ്ട. അത് എന്നെ പോലെ സൗന്ദര്യമുള്ള ഒന്നല്ല, എന്റെ മനോഹരമായ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് പോലെ കാണുന്ന ഒന്നല്ല. അതുപോലെ തന്നെ എന്റെ മാറിൽ കിടക്കുന്ന ആ പട്ടുവസ്ത്രത്തെ നീക്കുന്ന, മിനുസമായി നീക്കുന്ന ഒന്നുപോലെ പട്ടുവസ്ത്രങ്ങളെ അണിഞ്ഞ് നീക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുപോലെ അതിന്റെ മാറിൽ കല്ലു മാലകളെ അണിയുന്ന ഒന്നല്ല. ഇതെല്ലാം അണിയുന്നവളാണ് ഞാൻ, ഇതെല്ലാം ചെയ്യുന്നവളാണ് ഞാൻ. ഈ രൂപത്തിൽ സൗന്ദര്യത്തിന്റെ നിറകുടമാണ് ഞാൻ. അതൊന്നും ഇല്ലാത്ത ഒന്നിനോട് എന്നെ നിങ്ങൾ ഉപമിക്കേണ്ട. എങ്കിലും അങ്ങനെ ആ പെണ്ണ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ഇന്നത്തെ പുതിയ ലോകത്തെ ഈ പഠനങ്ങളും ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്വഭാവങ്ങളും എല്ലാം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമുക്ക് ഒരു ചിന്ത പകരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതിനെ ഈ പറഞ്ഞ ആയത്തിന്റെ അവസാനം ഇങ്ങനെ വിശദീകരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ കുറെ ചിന്തിക്കാന്, കുറെ പഠിക്കാന്, ഇപ്പൊ നമ്മൾ ഈ ആയത്തെല്ലാം എത്ര കാലങ്ങളായി ഊതിപ്പോകുന്നില്ലേ? യൂലിജുല്ലയിലെ പിന്നഹാരി വയൂലിജുന്നഹാറ ഫില്ലയിലി എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ നന്നായി പഠിക്കാൻ, ചിന്തിക്കാന് അള്ളാഹു ഈ ആയത്തുകളിലൂടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ഇമാം ഷാറാബി അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ടാണ് ഇതിൻ്റെ എല്ലാം പുതിയ ലോകത്തെ മനുഷ്യന്റെ പഠനങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് വിശദീകരിച്ചു പോകുന്നത്. അപ്പോ നമ്മുടെ പുതിയ തലമുറക്ക് ഇതിനെല്ലാം ഈ പറഞ്ഞ രൂപത്തില് നന്നായി വിശദീകരിച്ചു കൊടുക്കാനും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനെല്ലാം തന്നെ കഴിയുന്നിടത്താണ് നമ്മുടെ തലമുറകളുടെ ഈമാനിന്റെ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ എല്ലാം തന്നെ ആഴം വർദ്ധിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നന്നായി ശ്രമിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇനി അതിന് ശേഷമുള്ള ആയത്ത് എന്താണ്? ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ് വ അന്നമാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാതിൽ വ അന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ. ദാലിക,
അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഇതുപോലെ ബലിഷ്ഠമായ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പിഴക്കാത്ത, താളപ്പിഴവ് സംഭവിക്കാത്ത, വരളാത്ത, ഉണങ്ങിപ്പോവാത്ത, നിശ്ചലമാകാത്ത പടച്ചോന്റെ മഹാസംവിധാനങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമില്ലേ? അതിനാൽ നിശ്ചയം അള്ളാഹു ഹക്കാണ്. ഇതാണ് ഹക്കാണെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഹക്കാണ്, അള്ളാഹു ഹക്കാണ് എന്നാണ്. അള്ളാഹു സത്യമാണ്. ഇവിടെ ഹക്ക് മാറ്റം വരാത്ത ഒന്നിനാണ് ഹക്ക് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണോ അത് അതിന്റെ ഘടന രൂപപ്പെട്ടത്, അതുപോലെ അതിലൊരു മാറ്റവും വരാതെ അതിനെ സംവിധാനിച്ച ഒന്നിന്റെ ആ സ്വഭാവത്തെ സ്ഥായിയായി അത് പ്രകടിപ്പിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും അള്ളാഹു അതിനെ നിർണയിച്ച, അതിനെ അള്ളാഹു സംവിധാനിച്ച അതിന്റെ പൂർണ്ണ രൂപത്തിലും സ്വഭാവത്തിലും അത് ചലിച്ചുകൊണ്ടിരിക്കണോ, തെറ്റാതെ പിഴക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കണോ? അതിനാൽ ഇതെല്ലാം ഹക്കാണ്. അള്ളാഹു അതിനെ സംവിധാനിച്ചവനും ഹക്കാണ്. അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പിന്നെ ഈ ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ലികുല്ലി ഫലക്കിൻ നിളാമുൻ സാബിത്തുല്ലാ യതഗയ്യറു, പിഴക്കാത്ത ഒരു നിളാം, ഒരു വ്യവസ്ഥ ഈ ഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങാൻ തെറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിമുട്ടി ഇടിച്ച് ഇതെല്ലാം ധൂളികളായിട്ട് മാറ്റപ്പെടും. യൗമുൽ ഖിയാമ അള്ളാഹു ഇലാ അജലിൻ മുസമ്മ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് അന്ത്യനാൾ ഉണ്ടാകുക? ഇതിനെ ഖുർത്തുബിയെ പോലെയുള്ള ആളുകളിലും അതിന്റെ ബാലൻസ് തെറ്റലാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭ്രമണപഥങ്ങളിൽ നിന്നും അതെല്ലാം മാറി അത് അങ്ങ് ഒഴുകാൻ തുടങ്ങുമ്പോൾ, അതിന്റെ സമയത്ത് അള്ളാഹു അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതിന്റെ ഒരു കാന്തിക വലയത്തെ എടുത്തു മാറ്റപ്പെടും അള്ളാഹു. ഇവിടെ ഒരു കാന്തിക വലയമുണ്ട്. ആ കാന്തിക വലയത്തെ എടുത്തു മാറ്റുകയും ഇതെല്ലാം തന്നെ ആ സമയം അതിന്റെ ഭ്രമണപഥങ്ങളിൽ തെറ്റി അത് കൂട്ടിമുട്ടി എല്ലാം തന്നെ ധൂളികളാക്കി മാറ്റപ്പെടും. അപ്പൊ വിശുദ്ധ ഖുർആന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു ഉടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് സൂര്യനും മറ്റു ഗോളങ്ങളുമെല്ലാം എങ്ങനെയാണ് ഇടിഞ്ഞു വീഴുന്നത് എന്ന് പറയുന്നുണ്ട്. അതെല്ലാം കൂട്ടിമുട്ടുമ്പോൾ സംഭവിക്കുന്ന ഭീകരതയെ അള്ളാഹു എടുത്തു കാട്ടുന്നുണ്ട്. അപ്പോ ഈ കാന്തിക വലയത്തെ എടുത്തു മാറ്റുന്ന ഒരു ദിവസം ഉണ്ട്. അതാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. ഓരോന്നും അതിന്റെ ഇടയിലുള്ള ആ ബന്ധത്തെ എടുത്തു മാറ്റുന്നതോടു കൂടി സംഭവിക്കുന്ന ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമുണ്ട്. നമുക്കിപ്പോ ഇങ്ങനെ പറയുമ്പോ തന്നെ എന്തെങ്കിലും കൂടി സംഭവിക്കുകയാണെങ്കിൽ, ചെറിയ മിസൈൽ പോകുമ്പോൾ നമുക്കുള്ള ഒരു പേടിയുണ്ട്. നമ്മള് സ്വസ്ഥരായിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മേലെല്ലാം ഞമ്മക്കെല്ലാം സങ്കല്പിക്കാൻ കഴിയാത്ത വലുപ്പത്തിലുള്ള പിന്നെ ഗ്രഹങ്ങളല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ പാകത്തിലുള്ളതിനപ്പുറമുള്ളൊരു ലോകത്താണ് ഇതിനെല്ലാം സംവിധാനിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്വസ്ഥരായിട്ടിരിക്കുന്നത്. ആ ഭീകരത എങ്ങാനും നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്തേക്കറിയാം നമ്മളെ അവസ്ഥ? ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതെല്ലാം നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വരികയെന്ന് വിചാരിക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ തന്നെ നമ്മളെ മനസ്സ് ഞെരുങ്ങി പോണില്ലേ? അതിങ്ങനെ ആ പറയുമ്പോ തന്നെ ഞെരുങ്ങണില്ലേ? എന്തൊരു സ്വസ്ഥതയിലാണ് അള്ളാഹു നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളെ ജീവിതത്തെ ഇതെല്ലാം കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. വലഖദ് സയ്യന്ന സമാഅ അദ്ദുനിയ ബിസീനത്തിൽ കവാകിബ്. നക്ഷത്രങ്ങളെ കൊണ്ട് അള്ളാഹു ഇതിനെ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ അലങ്കാരം കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്വസ്ഥരായി ജീവിക്കുകയാണ്. ഇപ്പോ വലഖദ് സയ്യന്ന സമാഅ അദ്ദുനിയ ബിസീനത്തിൽ കവാകിബ് വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. അപ്പോ അള്ളാഹു മനുഷ്യനോട് എത്ര കാരുണ്യമുള്ളവനാണ്. എങ്ങനെയൊക്കെയാണ് ഈ
കാഴ്ചയിൽ വലിയ ഭീകരമായി നിൽക്കുന്ന ഇതിനെല്ലാം അള്ളാഹു നമ്മുടെ ദൃഷ്ടിക്ക് മനോഹരമാക്കി ഒരുക്കി നൽകിയിരിക്കുകയാണ് ഇതിനെ. അപ്പോ അള്ളാഹു സത്യമാണ്. ഈ സംവിധാനങ്ങളെല്ലാം തന്നെ അള്ളാഹു എങ്ങനെയാണോ വളരെ കണിശമായി അതിനെ സംവിധാനിച്ചിരിക്കുന്നത്, അതുപോലെ ഇതെല്ലാം സത്യമദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖു വ അന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിലു. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച നാഥനെ മനസ്സിലാക്കി അവനോട് ഹൃദയപൂർവ്വം നന്ദിയുള്ളവരായി മാറുന്നതിനപ്പുറം ആ മഹാശക്തിയെ മനസ്സിലാക്കാതെ ആ ശക്തിക്ക് സമന്മാരെ നിങ്ങൾ ചേർക്കുന്നുവെങ്കിൽ ആ സമന്മാരെല്ലാം തന്നെ ബാത്തിലാണ്, അത് ഹക്കല്ല. അന്നല്ലാഹുവൽ അലിയുൽ കബീർ, അള്ളാഹു ഔന്നിത്യമാർന്നവനും മഹോന്നതനുമാണ് അള്ളാഹു. അപ്പോ ബാത്തിലിനെ, അസത്യത്തെ പിന്തുടരുകയല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾ സത്യത്തെ മനസ്സിലാക്കുകയും സത്യത്തിന് കീഴൊതുങ്ങുകയുമാണ് ചെയ്യേണ്ടത്. സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയുവാൻ ചിന്ത അനിവാര്യമാണ്, പഠനം അനിവാര്യമാണ്. നിങ്ങൾ നിരന്തരം ഈ പ്രപഞ്ചത്തിലേക്കും നിങ്ങളുടെ ചുറ്റിലേക്കും നോക്കൽ അനിവാര്യമാണ്. എന്നാ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം തിരിയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മേൽപ്പരപ്പിൽ നിന്നുള്ള വായനക്കപ്പുറം, ഒരു സതഹിയായ വായനക്കപ്പുറം ആഴത്തിലുള്ള വായനയും ചിന്തയും നടത്തേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട്. അപ്പോ സത്യവും അസത്യവും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഷഅറാബി പറഞ്ഞു പോകുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ പിന്നീട് ഭൂരിപക്ഷ മനുഷ്യര് പടച്ചോന്റെ വഹദാനിയത്തിനെ, അവന്റെ ഏകത്വത്തെ എന്തുകൊണ്ട് അവർക്ക് തിരിയുന്നില്ല? നമുക്കും എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല? അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ശുദ്ധമായ ബോധത്തില് നിറങ്ങളെ നോക്കി ആരീ നിറങ്ങൾ ചാലിച്ചു വെച്ചു എന്ന് ചോദിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ തെളിഞ്ഞ അത്ഭുതങ്ങളിലേക്ക് നോക്കി, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി ആരാണ് ഇതെല്ലാം ഇവിടെ കൊളുത്തി വെച്ചത് എന്ന് ശുദ്ധബോധത്തിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സമയം പിന്നിടുന്തോറും, നമ്മുടെ വയസ്സ് കൂടുന്തോറും നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ ജീവിത സ്വപ്നങ്ങളിലേക്ക് നമ്മളെ തള്ളിവിട്ടു. നാമും അറിയാതെ സ്വപ്നങ്ങൾക്ക് പിറകിലേക്ക് ഓടി. അവിടെ നമ്മൾ പിന്നീട് നമ്മുടെ സ്വപ്നങ്ങളായി കാണുന്നത് വീടും വാഹനങ്ങളും അലങ്കാരങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം. അപ്പോ അതിനപ്പുറം ഒരു ചാൺ വയറിനെ സന്തോഷിപ്പിക്കാനുള്ള ത്വരയിലുമാണ്. മുതുകിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുവാനുള്ള മനുഷ്യന്റെ ഞെട്ടോട്ടമാണ്. നമ്മ കുറച്ചണ്ട് കഴിയുമ്പോൾ വയറ് മാത്രം പ്രശ്നമായി മാറുമ്പോൾ, നമ്മുടെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും മാത്രമായി നമ്മുടെ സ്വപ്നങ്ങൾ ചുരുങ്ങുമ്പോൾ അവനും പ്രപഞ്ചവും അവന്റെ മുമ്പിൽ അത്ഭുതമല്ലാതെയായിട്ട് മാറും. ഇത് മരണം വരെ അത്ഭുതമായി നിൽക്കണമെന്ന് അള്ളാഹു നിങ്ങളിൽ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ചിന്ത നൽകി. ആ ചിന്തയെ, ബുദ്ധിയെ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കണം. ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനായ സർവശക്തനായ നാഥനെ ബോധ്യപ്പെടുവാൻ വേണ്ടി, ആ സത്യത്തിന് കീഴൊതുങ്ങി ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെ തിരിച്ചറിയുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ ഉപയോഗിക്കൂ. അതിനു വേണ്ടി കൂടി നിങ്ങൾ ഉപയോഗിക്കൂ. അങ്ങനെ പടച്ചോന്റെ മഹാളമത്തിനെ നിങ്ങൾ തിരിച്ചറിയൂ. എന്നാൽ ഭൂമിയിൽ മനുഷ്യർ വളരെ വിരളാണ് അങ്ങനെ കഴിയുന്നവര്. അപ്പോ അതുകൊണ്ട് ഇതൊന്നും ബാലിശമാണ്, ഇതെല്ലാം ബാലിശമാണ് എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. അത് മനുഷ്യന്റെ
ദുരന്തമാണ്, അവന്റെ ദുർബലതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഷറാബിനെ പറഞ്ഞു പോകുന്ന ആ ഭാഗങ്ങളാണ് ഈ ചന്ദ്രന്റെ ഈ തിളക്കവും സൂര്യന്റെ ഈ ജ്വലന ശക്തിയുമെല്ലാം കാണുമ്പോൾ, കാലങ്ങളായി നിങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തൊരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞത്, അതിലൂടെ അതിന്റെ സംവിധായകനെ തിരിച്ചറിയുന്ന അറിവ് നേടാതിരിക്കുക എന്നുള്ളത്, അത് മനുഷ്യന്റെ ദുരന്തമായി നിങ്ങൾ കാണേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ പടച്ചോനെ ഹക്കാണ്, ഇതിന്റെ ഈ മഹാസംവിധായകന് പുറമെ അവന്റെ അളമത്തിനെ ബോധ്യപ്പെടാതെ മനുഷ്യൻ ആരാധ്യരായി സ്ഥാപിക്കുന്ന ഏതൊന്നും ബാത്തിലാണ്. അതിനെ നിങ്ങൾ പിൻപറ്റി അള്ളാനെ തിരിച്ചറിയാതെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം അത് നഷ്ടപ്പെട്ടു പോകും. ഉവൽ അലിയുൽ കബീർ, അള്ളാഹു അനിത്യമാർന്നവനാണ്, അള്ളാഹു മഹോന്നതനാണ്. ഈ ആയത്തിനെ മേലെ പറഞ്ഞ യൂലിജുല്ലയിലെ ഫിന്നഹാരി യൂലിജുന്നഹാറ ഫില്ലൈലി എന്ന് പറഞ്ഞ് അള്ളാഹു പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളെ വിശദീകരിക്കുന്ന ആ ഭാഗത്തെ ഈ ആയത്തുമായി ഇവിടെ കണക്ട് ചെയ്യാണ്. ദാലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഹക്കാണ് എന്ന് നിങ്ങൾക്ക് തിരിയാൻ ഇതാ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം പടച്ചോന് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വത്തെ, വഹ്ദാനിയത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ പോകുമ്പോൾ ബാത്തിലിനെ നിങ്ങൾ സ്വീകരിക്കും. ആ ബാത്തിലിനെ സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. ജീവിത ലക്ഷ്യത്തെ ബോധ്യപ്പെടാതെ ഇതിനെ അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ അഗ്നിയിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇനി വീണ്ടും അതിന് ശേഷം വീണ്ടും അള്ളാഹു കടക്കുകയും അള്ളാഹിന്റെ നിഅമത്തുകളെ ബോധ്യപ്പെടുത്തുകയും, ഇതെല്ലാം അള്ളാഹു പടച്ചോന്റെ ആയത്തുകളെ തിരിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അള്ളാഹു വെച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു നന്ദിയുള്ളവരെ, അള്ളാഹു അതിനുശേഷം അള്ളാഹു ഇതിന്റെ നിങ്ങൾ എങ്ങനെയാണ് നന്ദി ഉള്ളവരായിട്ട് മാറുക, നന്ദിയുള്ളവൻ അള്ളാഹു നൽകുന്ന സമ്മാനങ്ങളെ കുറിച്ചും വിരുന്നിനെ കുറിച്ചെല്ലാം പിന്നെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഹൈറാവട്ടെ, അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹികൾ ഉൾപ്പെടുത്തട്ടെ. നമ്മൾക്ക് നമ്മളെ ചുറ്റുപാടിലുള്ള പ്രശ്നങ്ങളെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ മനോഹരമായ റിസാലത്ത് കൊണ്ട് എല്ലാം നമുക്ക് ശരിപ്പെടുത്താൻ പറ്റും. മനുഷ്യരോടുള്ള ബന്ധങ്ങളിൽ, അവനോടുള്ള നീതിബോധങ്ങളിൽ, അവനോടുള്ള സ്നേഹബന്ധങ്ങളിലെല്ലാം തന്നെ അതിനെ മനോഹരമായി ലയിപ്പിച്ച് പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് സാധ്യമാകുന്നില്ല. എങ്കിലും ആ മഹത്തായ റിസാലത്തിനെ വീണ്ടെടുക്കുന്ന, അതിനെ ഏറ്റവും നന്നായി പ്രയോഗവൽക്കരിക്കുന്ന ഉത്തമരായ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദാസന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.